എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു ചില വട്ടന്മാരുണ്ട്. പ്രധാന വട്ടന്മാരാണ്, സാധാരണ ആളല്ല. അതിൽ രണ്ട് വട്ടന്മാരുടെ കഥ പറയാണ്. ആദ്യത്തെ വട്ട് നമ്മുടെ US പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിൻ്റെ വട്ടത്തരമാണ്. ഈ കഴിഞ്ഞ ആഴ്ച ഉള്ള ഒരു പത്രത്തിൽ, അതായത് മാതൃഭൂമി പത്രത്തിൽ, ഞാൻ കഴിഞ്ഞ മാസം കാലം ചെയ്ത പോപ്പ് ഫ്രാൻസിസ് പതിമൂന്നാമൻ്റെ ഫോട്ടോ എന്ന് കരുതി ഞാനൊന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ പോപ്പ് ഉപയോഗിക്കുന്ന വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, തൊപ്പി, എവറിത്തിങ്. പക്ഷേ ഫേസിൽ ചെറിയൊരു മാറ്റം എനിക്ക് തോന്നി. ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. എങ്കിൽ തന്നെയും അതിൻ്റെ അടിക്കുറിപ്പുണ്ടായി. ഞാൻ വായിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തായിരുന്നു അത്. ആ ഫോട്ടോ നമ്മുടെ അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപിൻ്റേതായിരുന്നു. അദ്ദേഹത്തിൻ്റെ നോട്ടിൽ പോപ്പിൻ്റെ വസ്ത്രം ധരിച്ച് എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി. അതിനുവേണ്ടി ഞാൻ എടുത്തൊരു ഫോട്ടോയാണ്. രസമുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു. അപ്പോൾ പലരും ആ ഫോട്ടോ കണ്ട് എന്നെ വിളിച്ച് ചോദിച്ചു, ഇതെന്താണ്, നിങ്ങൾക്ക് എന്താ വട്ടാണോ എന്ന് ചോദിച്ചു. ഈ ആൾക്കാർ പറഞ്ഞതാണ് ട്രംപിന് വട്ടാണെന്ന്. അത് അരവട്ടല്ല, മുഴുവട്ടാണ്. എന്തായിരുന്നാലും എനിക്കതിലൊന്നും കമൻസ് പറയാനില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണല്ലോ. അപ്പോൾ ഈ ആഗ്രഹം, ഒരാൾക്കൊരാഗ്രഹം ഉണ്ടായാൽ അതവർക്ക് സാധീകരിച്ചാൽ അവരെ വട്ടന്മാരെന്ന് പറയുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതുകൊണ്ട് വട്ടനല്ല, എനിക്കങ്ങനെയാണ് ആഗ്രഹം. അദ്ദേഹം സഫലീകരിച്ചു. പക്ഷേ ഈ പൊതുജനങ്ങളോട് ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് അറിയില്ല. എനിവേ, അത് കഴിയും. അപ്പോഴത്തേക്കാണ് ഇന്നത്തെ ഒരു പത്രത്തിലൊരു വാർത്ത, നമ്മുടെ ഇതേ ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡൻറ്റ് പുടിനെ മുഴുവട്ടനെന്ന് പറഞ്ഞിരിക്കുക. എനിക്കൊരു പിടി കിട്ടിയത് എന്ത് പറ്റി. കഴിഞ്ഞ മാസം ഇദ്ദേഹം വട്ടനാന്ന് ആൾക്കാർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ പറയുന്നത് നമ്മുടെ പുടിൻ മുഴുവട്ടനാണെന്ന്. അതെന്തോ യുക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാണ്. അപ്പോഴും ആൾക്കാർ എന്നോട് ചോദിച്ചു, യഥാർത്ഥത്തിൽ വട്ടാർക്കാണ്. പുടിൻ ഇങ്ങനെ പടമൊന്നും ഇട്ടില്ല, ഫോട്ടോസൊന്നും ഇട്ടില്ല. പക്ഷേ ഇദ്ദേഹം പോപ്പിൻ്റെ വസ്ത്രമൊക്കെ ധരിച്ച് ഫോട്ടോ പത്രത്തിൽ കൊടുത്തു, മാധ്യമങ്ങൾക്ക് കൊടുത്തു. പുടിന് അങ്ങനെ ഒരു ഫോട്ടോ കൊണ്ടില്ല. എനിവേ, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഇനി നമ്മൾ വിചാരിക്കേണ്ട വട്ടാർക്കാന്ന്. അപ്പോഴാണ് ഒരു കൂട്ടർ പറയുന്നു, ഇങ്ങനെ രാവിലെ അമേരിക്കൻ ടാക്സിനെ കുറിച്ച് പറയും, ഒരു ഇത്ര പ്രസൻറ്റ് ചെയ്തെന്ന് പറയും. ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞാൽ ആ ഫിഗറങ്ങ് മാറ്റി മറ്റൊരു ഫിഗർ പറയും. ഈവനിങ് 6 മണി കഴിഞ്ഞാൽ വീണ്ടും മാറും, വീണ്ടും വേറൊരു എമൗണ്ട് പറയും. യഥാർത്ഥത്തിൽ എന്താ പറ്റിയെന്നൊരു പിടിയും കിട്ടുന്നില്ല ഇദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഓരോ സംസാരവും മാറി മാറി പോകുന്നത്. ഇതിനെല്ലാം മുകളിലാണിങ്ങനെ നടത്തിയ ഇദ്ദേഹം നടത്തിയ വേറൊരു വട്ട്, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനായിട്ടുള്ള ഒരു ചെറിയൊരു യുദ്ധ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിനോട് ആരും ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഡിക്ലെയർ ചെയ്തു, ഇന്ത്യ സീസ് ഫയറായി, പാകിസ്ഥാനും ഇന്ത്യയും സീസ് ഫയറായി, വെടിനിർത്തൽ കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ അറിവിൽ, അദ്ദേഹത്തിൽ കൂടെയാണ്. പാവം, ഇതാരറിഞ്ഞു? ആരോടും ഒന്നും പറഞ്ഞില്ല. ആരോട് ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ് ഒന്നും പറഞ്ഞില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയായിട്ട് ആൾക്കാരറിഞ്ഞു. അതിന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇപ്പോൾ. അപ്പോൾ ഇദ്ദേഹത്തിനല്ല വട്ട്, ഇദ്ദേഹം മറ്റുള്ളവരെയും വട്ടാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മോദിജി ഒന്ന് ശ്രദ്ധിക്കണം. മോദിജിയുടെയും ഫ്രണ്ടാണല്ലോ. ഇപ്പോൾ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു എന്താ പറയുക, പുടിനെ മുഴുവട്ടാക്കി. ഇനി മോദിയും നമ്മുടെ ഡൊണാൾഡ് ട്രംപ്
മോദിക്കും എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കുമെന്ന് അറിയാൻ പറ്റില്ല. നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കാം. കാരണം ഇദ്ദേഹത്തിന് എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾക്ക് പലതിനും പല മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. എന്തായാലും ഒരു വലിയ രാജ്യത്തിൻ്റെ ഒരു പ്രസിഡൻറ്റ് പദം അലങ്കരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലും പറയണമെങ്കിലും ഒന്ന് ആലോചിക്കാൻ നന്നാകുന്നു. കാരണം ലോകത്തിലുള്ള എല്ലാവരും കാണുകയാണ്. അതൊരു ഭാഗം. ഇപ്പോൾ വീണ്ടും നമ്മുടെ ഷഹാബ് ഷെരീഫ്, പാകിസ്ഥാൻ്റെ മന്ത്രി, അദ്ദേഹം പലയിടത്തും ഇങ്ങനെ രാജ്യങ്ങളിപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കേണ്ട എല്ലായിടത്തും ഇന്ത്യയുമായിട്ട് സന്ധി സംഭാഷണത്തിന് അദ്ദേഹം തയ്യാറാണ്. എല്ലാത്തിനും ഉടൻ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. സിന്ധു നദീജല തകരാറിന് വേണ്ട എന്തെങ്കിലും ഒരു എന്താ പറയുക ഫലവത്തായ ഒരു സംവിധാനം ഉണ്ടാകണം. ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിനുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതേ അറിയുന്നില്ല. അപ്പോൾ ഈ തീവ്രവാദത്തെപ്പറ്റി ഒന്നും അദ്ദേഹം പറയാറില്ല. എന്തിനും അങ്ങനെ തയ്യാറാണ്. തീവ്രവാദത്തെക്കുറിച്ച് പറയില്ല. എന്നാൽ ഇദ്ദേഹത്തിന് അവിടെയുള്ള പട്ടാള നേതാക്കന്മാർക്ക്, പട്ടാള ഓഫീസേഴ്സിന് എല്ലാം എസ്കാർഡ് പോകുന്നത് അവിടുത്തെ തീവ്രവാദികളാണെന്ന് ഇദ്ദേഹം അറിയുന്നില്ല. അതിവർക്കറിയാം. ഇവരൊക്കെ ഭരണത്തിൽ കയറുമ്പോൾ ആകെ ഇവർക്കുള്ള ഒരേ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ കാശ്മീർ പ്രശ്നമാണ്. കാശ്മീരിനെ നമ്മൾ സ്വന്തമാക്കാൻ ഇന്ത്യയുടെ യാതൊരു ഇതും ഉണ്ടാവില്ല, അത് നമ്മുടെയാണ് എന്ന് ഇങ്ങനെ പറഞ്ഞ് ഇതാണ് ഇവർക്കാകെ ഉള്ള പാകിസ്ഥാൻ ഗവൺമെൻറ്റിൽ ആ മന്ത്രിമാർക്കുള്ള ഒരേ ഒരു 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 അവരുടെ ഒരു പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ്. അത് പറഞ്ഞിട്ടാണ് കാശ്മീർ. ഈ കാശ്മീരിൻ്റെ പേരും പറഞ്ഞാണ് ഇവർ ജയിക്കുന്നതും ഇവർ പല പരിപാടികളും കാണിക്കുന്നതും ഈ തീവ്രവാദികൾ വളർത്തുന്നതും ഒക്കെ. എന്തായിരുന്നാലും അത് നമുക്ക് കണ്ടറിയാം. എന്നാൽ ഷഹാബ് ഷെരീഫിന് അറിയില്ല ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യക്കാർ അവിടെ ഉണ്ടാകും, ഇന്ത്യൻ ആർമി അവിടെ ഉണ്ടാകും. അത്ര വലിയ വിദൂരമില്ല. ഇത് അവർക്കറിയാവുന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിലും അവർക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്തായിരുന്നാലും ലോക നേതാക്കൾ പലരുമുണ്ട്. പിന്നെ നമ്മുടെ ഫ്രാൻസിൻ്റെ ഒരു മുഖ്യ പ്രസിഡൻറ്റ് മക്രോൺ, അദ്ദേഹം വിയറ്റ്നാം സന്ദർശിച്ചു. അതും അദ്ദേഹത്തിന് ഉണ്ടായ ചില കാര്യങ്ങൾ പത്രത്തിൽ വന്നു. പക്ഷേ എങ്കിലും ഞാൻ അതിലോട്ടങ്ങ് കടക്കുന്നില്ല. എനിക്ക് വാസമാണത്. മക്രോൺ ഈസ് എ ലെസ് ദാൻ 50, 50 വയസ്സിന് താഴെ എന്നാണ് അറിയുന്നത്. അദ്ദേഹം കല്യാണം കഴിച്ച 72 വയസ്സുള്ള ഒരു ലേഡി, അതും ആ സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ ടീച്ചറായിരുന്നു എന്നാണ് ജനസംസാരം. എത്രയുണ്ട് വാസ്തവം, അന്നത്തെ പത്രവാർത്തയായിരുന്നു. എനിവേ, ഇങ്ങനെ പല കൗതുക വാർത്തകളും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഇത് ഒരു കൗതുക വാർത്ത ഇനത്തിൽ പെടുത്തിയാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾ എത്തിക്കുന്നത്. വീണ്ടും ഇങ്ങനെയുള്ള വാർത്തകൾ നിങ്ങൾ എത്തിക്കുന്നതായിരിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.